ലോകത്ത് നടന്ന പല യുദ്ധങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യരെ കൊന്ന ഒരു ചെടിയുണ്ട്. വാഴയിലക്കെട്ട് പോലെ ഈ ചുറ്റി മടക്കിയെടുക്കുന്ന ഇല ആ ചെടിയുടേതാണ്. ഒരു കാലത്ത് മരുന്നായി വിൽക്കപ്പെട്ടിരുന്ന, ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന, രാജാക്കന്മാർ വരെ പ്രോത്സാഹിപ്പിച്ചിരുന്ന, ലോകത്തെ തന്നെ ഏറ്റവും മാരകമായ അഡിക്ഷനുകളിൽ ഒന്നായി മാറിയ ടുബാക്കോ, പുകയില. ടുബാക്കോയുടെ പുക നിങ്ങളുടെ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പവർഫുൾ കെമിക്കലായ നിക്കോട്ടിൻ വെറും 7 സെക്കൻഡിനുള്ളിൽ തന്നെ തലച്ചോറിലെത്തുന്നു. എന്നുവെച്ചാൽ ശരീരത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്ന മിക്ക മയക്കുമരുന്നുകളെക്കാളും വേഗത്തിൽ. ഈ വേഗത തന്നെയാണ് ആളുകളെ കെണിയിലാക്കുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. ഡോപ്പമീനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും സംസാരിച്ചിരുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും, എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോഴും, സന്തോഷിക്കുമ്പോഴും, വർക്കൗട്ട് നടത്തുമ്പോഴും തലച്ചോറിൽ ഉണ്ടാകുന്ന മോട്ടിവേഷൻ കെമിക്കലാണിത്. എന്നാൽ നിക്കോട്ടിൻ ഈ ഒരു സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്ത് ആവർത്തിച്ച് ഇൻസ്റ്റൻ്റായി ഡോപ്പമിൻ പുറത്തുവിടാൻ തലച്ചോറിനെ നിർബന്ധിക്കുന്നു. തുടർച്ചയായുള്ള നിക്കോട്ടിൻ ഉപയോഗം മൂലം തലച്ചോറ് സ്വമേധയായുള്ള ഡോപ്പമിൻ ഉൽപ്പാദനം കുറയ്ക്കും. അങ്ങനെ പുകവലിക്കാർക്ക് സാധാരണ ജീവിതം മങ്ങിയതായി തോന്നി തുടങ്ങുകയും ഒന്നിലും ഫോക്കസ് ചെയ്യാനാവാതെ, ഉണർവില്ലാതെ പലതരം അസ്വസ്ഥതകൾ അനുഭവപ്പെടാനും തുടങ്ങും. അതോടെ കാര്യങ്ങളെല്ലാം നോർമൽ ആവാൻ പുകവലിക്കേണ്ട അവസ്ഥയിലേക്ക് അവരെത്തുന്നു. അതെ, വെറും ഒരു പ്ലഷർ അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല പലരും പുകവലിക്കുന്നത്. എല്ലാം ഒന്ന് സാധാരണ നിലയിലാവാൻ വേണ്ടിയാണ്. ഓർക്കുക, നിക്കോട്ടിൻ നിങ്ങളെ ശാന്തമാക്കുകയല്ല ചെയ്യുന്നത്, പകരം അത് ഉപയോഗിക്കാത്ത സമയത്ത് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ തലച്ചോറിനെ ശീലിപ്പിക്കുകയാണ്. കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കണമെന്നുള്ളവർക്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തു വെച്ചത് വായിച്ചു നോക്കാം. നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.